സീതയോട് എന്തെന്നില്ലാത്ത സ്നേഹാദരങ്ങളും അനുകമ്പയുമുണ്ടായിരുന്ന സരമ എന്ന രാക്ഷസി സാന്ത്വനമരുളാൻ ശ്രമിച്ചു. ദേവി, ഇതെല്ലാം രാവണൻ്റെ ആഗ്രഹപ്രകാരം ഭിദ്ധിച്ചിഹ്വൻ മായ പ്രയോഗിച്ചതാണ്. ശ്രീരാമൻ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ലങ്കയിൽ എത്തിക്കഴിയുകയും ചെയ്തിരിക്കുന്നു. ദേവിയുടെ കഷ്ടകാലം അവസാനിച്ചതായി കരുതിക്കൊള്ളണം. രണ്ട് സൈന്യങ്ങളും യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ശ്രദ്ധിക്കൂ. അതനുസരിച്ച് സീത ചെവി കൂർപ്പിച്ചപ്പോൾ ലങ്കാനഗരിയുടെ ഉള്ളിൽ നിന്ന് മാത്രമല്ല, പുറത്തും പുറപ്പെടുന്ന പലമാതിരി ശബ്ദങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴുണ്ടായ ഒരു ആരവം കേൾക്കുമാറായി. പടയാനകളുടെ ചിഹ്നം വിളികൾ, പടക്കുതിരകളുടെ ഹേഷാരവങ്ങൾ, പരിശീലനാർത്ഥമുള്ള ആയുധ സംഘട്ടനങ്ങൾ, സമരോത്സാഹജന്യമായ പോർവിളികൾ, പടയാളികളുടെ സംഭാഷണങ്ങൾ എന്നിവ യുദ്ധം ആസന്നമായിരിക്കുകയാണെന്നുള്ളതിനുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു. ആ ശബ്ദങ്ങളും സരമയുടെ സാന്ത്വനവും കൂടിച്ചേർന്നപ്പോൾ ഭർത്തൃമരണം മിഥ്യയാണെന്നറിഞ്ഞ സീത മനസ്സിൻ്റെ സമനില വീണ്ടെടുത്ത് രാക്ഷസിയായ സഖിയോട് പറഞ്ഞു, സരമേ, രാവണൻ്റെ ഉദ്ദേശങ്ങളും തീരുമാനങ്ങളും ഒരുക്കങ്ങളും എന്തൊക്കെയാണെന്ന് നീ അറിഞ്ഞു വന്നാൽ എനിക്ക് സമാധാനമായി. ബുദ്ധിശാലിനിയും അതിസമർത്ഥയുമായ സരമ കൊട്ടാരത്തിലേക്ക് പോയി സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് അശോകവനത്തിൽ മടങ്ങിയെത്തി. ദേവി, ചുരുക്കം ചിലരൊക്കെ ദേവിയെ ശ്രീരാമന് സമർപ്പിക്കണമെന്ന് രാവണനെ ഉപദേശിച്ചു. ശരിയാണ്. പക്ഷേ രാവണൻ ആ ഉപദേശങ്ങൾ തിരസ്കരിക്കുകയാണ് ചെയ്തത്. ലുബ്ധൻ സമ്പത്തിനെ കൈവിടാത്തതുപോലെ രാക്ഷസ രാജാവ് ദേവിയെ കൈവിടുകയില്ല. വേണ്ടി വന്നാൽ മരിക്കാൻ സന്നദ്ധനുമാണ്. എങ്കിലും ഒന്നെനിക്ക് തീർച്ചയാണ്, ശ്രീരാമൻ രാവണനെ വധിച്ച് ദേവിയെ അയോധ്യയിലേക്ക് കൊണ്ടുപോകും. അതിനിടയ്ക്ക് വയോവൃദ്ധനും രാവണൻ്റെ അടുത്ത ബന്ധുവുമായ മാല്യവാൻ ലങ്കാരാജ്യത്തെയും രാജകുടുംബത്തെയും ആസന്നമായിരിക്കുന്ന സർവനാശത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന സതുദ്ദേശത്തോടെ കൊട്ടാരത്തിൽ കയറി ചെന്നു. രാവണ, രാമനോട് യുദ്ധം ചെയ്യുന്നതിന് പകരം സന്ധി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. സീതയെ ഉടൻ തന്നെ രാമന് തിരിച്ചു കൊടുക്കണമെന്നും. നീ ലോകത്തിലെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് അധർമ്മ പ്രവൃത്തികൾ ചെയ്യുകയുണ്ടായി. അക്കാരണത്താൽ നിനക്ക് ശക്തന്മാരായ ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട്. ദേവയക്ഷ ഗന്ധർവാദികളിൽ നിന്ന് മരണം സംഭവിക്കുകയില്ലെന്ന വരമേ നീ ബ്രഹ്മാവിൽ നിന്ന് നേടിയിട്ടുള്ളൂ. ഇപ്പോൾ ലങ്കയിൽ യുദ്ധത്തിന് വന്നിരിക്കുന്നവർ നരന്മാരും വാനരന്മാരുമാണെന്ന് നീ മറക്കരുത്. എത്രയോ ദുശകുനങ്ങളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലതുപോലെ ആലോചിച്ചു വേണം പ്രവർത്തിക്കാൻ. ആവശ്യപ്പെടാത്ത ആ ഉപദേശം കേട്ടപ്പോൾ രാവണൻ്റെ കണ്ണുകളിൽ കോപാരുണിമ കലരുകയും പുരികങ്ങൾ മേലോട്ട് വളയുകയും പല്ലുകൾ തമ്മിലിറുമ്പുകയും ചെയ്തു. അങ്ങ് ശത്രുപക്ഷം ചേർന്ന് സംസാരിക്കുകയാണ്. വെറുമൊരു മനുഷ്യനെ നേരിടാൻ എനിക്ക് കഴിയില്ലെന്ന് അങ്ങ് വിചാരിച്ചു അല്ലേ? സീതയെ മടക്കിക്കൊടുക്കാൻ അങ്ങ് ആവശ്യപ്പെടുന്നത് രാമനെ ഭയപ്പെടുന്നത് കൊണ്ടാണോ? എന്നെ എതിർക്കുന്ന മനുഷ്യനെയും വാനരന്മാരെയും ഞാൻ കാലന് കൊടുക്കും. തൻ്റെ ഉപദേശം ഫലിക്കുന്നില്ലെന്നും ഇനി ഫലിക്കുകയില്ലെന്നും ബോധ്യപ്പെട്ട മാല്യവാൻ രാവണനുണ്ടാകാൻ പോകുന്ന ദുർവിധിയെക്കുറിച്ച് ആലോചിച്ചു ദുഃഖിച്ചുകൊണ്ടും എന്നാൽ ഒന്നും പറയാതെയും ഇറങ്ങിപ്പോയി. പൂർവ്വഗോപുരദ്വാരത്തിൽ പ്രഹസ്തൻ്റെയും ദക്ഷിണഗോപുരദ്വാരത്തിൽ മഹാപാർശ്വൻ്റെയും പശ്ചിമഗോപുരദ്വാരത്തിൽ ഇന്ദ്രജിത്തിൻ്റെയും മധ്യഭാഗത്തിൽ വിരൂപാക്ഷൻ്റെയും നേതൃത്വത്തിൽ വമ്പിച്ച സേനാവിഭാഗങ്ങളെ വിന്യസിച്ചിട്ട് ഉത്തരഗോപുരദ്വാരത്തിൽ താനും ശുകസാരണന്മാരും നിലയുറപ്പിക്കാൻ രാവണൻ നിശ്ചയിച്ചു. വാനരസൈന്യത്തിൻ്റെ വിന്യാസമാണെങ്കിൽ കിഴക്കുവശത്ത് നീലനും തെക്കുവശത്ത് അംഗദനും പടിഞ്ഞാറ് വശത്ത് ഹനുമാനും വടക്കുവശത്ത് താനും ലക്ഷ്മണനും നടുവിൽ സുഗ്രീവനും സേനാവിഭാഗങ്ങളുടെ നേതൃത്വം വഹിച്ച് നിലയുറപ്പിക്കണം എന്നതായിരുന്നു ശ്രീരാമൻ്റെ നിശ്ചയം. സുഗ്രീവാദികളായ ആത്മസുഹൃത്തുക്കളോടും ലക്ഷ്മണനോടും കൂടി ശ്രീരാമൻ സുബേലാചലത്തിൽ കയറി നോക്കിയപ്പോൾ ഉത്തുംഗമായ ഒരു മണിമന്ദിരത്തിൻ്റെ മുകളിലത്തെ നിലയിൽ രാവണൻ രാജചിഹ്നങ്ങൾ ധരിച്ച് ഉപവിഷ്ടനായിരിക്കുന്നത് കണ്ടു. അനിയന്ത്രിതമായ ക്രോധത്തിന് വശംവദനായിത്തീർന്ന സുഗ്രീവൻ മറ്റാർക്കും തടയാൻ കഴിയുന്നതിന് മുമ്പ് കുതിച്ചു ചാടി രാവണനുമായി ദ്വന്ദ്വയുദ്ധത്തിലേർപ്പെട്ടു. അവിചാരിതമായി വന്നെത്തിയ പ്രതിയോഗിയെ അടിപ്പെടുത്തുന്നതിനായി രാവണൻ വീറോടും വാശിയോടും പോരടിച്ചതോടുകൂടി ദ്വന്ദ്വയുദ്ധം കുറേ നേരം സമനിലയിൽ തുടർന്നുപോയി. അപ്പോഴേക്കും സുഗ്രീവൻ ഇനിയുള്ള യുദ്ധം പടക്ക
പടക്കളത്തിൽ വെച്ചാകാമെന്നു കരുതി തിരികെ ശ്രീരാമ സമീപത്ത് മടങ്ങിയെത്തി. ശ്രീരാമൻ പറഞ്ഞു, സുഗ്രീവ, ദയവ് ചെയ്ത് ഇനിമേൽ ഇങ്ങനെ സാഹസം പ്രവർത്തിക്കരുത്. അങ്ങയ്ക്ക് വല്ല അപായവും സംഭവിച്ചാൽ പിന്നെ എന്ത് സന്തോഷമാണ് എനിക്കുണ്ടാവുക. അത് കേട്ട് സുഗ്രീവൻ പറഞ്ഞു, പ്രഭു, അങ്ങയുടെ ധർമ്മഭക്തിയെ അപഹരിച്ച ദുഷ്ടനെ കണ്ടപ്പോൾ എനിക്ക് കലി കയറി, അത്രയേയുള്ളൂ. ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് ധർമാനുസൃതമായ നടപടിയെന്ന നിലയിൽ ശ്രീരാമൻ അംഗദനെ തൻ്റെ പ്രതിനിധിയായി തിരഞ്ഞെടുത്ത് ഒരു സന്ദേശവുമായി രാവണൻ്റെ അടുക്കലേക്ക് അയച്ചു. ആ സന്ദേശം ഇങ്ങനെയായിരുന്നു: രാവണ, നീ എന്നോട് നേരിട്ട് യുദ്ധം ചെയ്ത് പൗരുഷം തെളിയിക്കണം. ഞാൻ നിന്നെ ബന്ധുമിത്രാദികളോടുകൂടി വധിക്കും. അങ്ങനെ ലോകർക്കുള്ള ഭയം അവസാനിപ്പിക്കും. ഇനിമേൽ ലങ്കയുടെ ആധിപത്യം വിഭീഷണനായിരിക്കും. സീതയെ തിരിച്ചു തന്നാൽ നിനക്ക് ജീവൻ രക്ഷിക്കാം. അംഗദൻ നേരെ ചെന്ന് രാവണനെ കണ്ട് നൽകിയ സന്ദേശം വിപരീത ഫലമാണ് ഉളവാക്കിയത്. ദൂതനെ പിടിച്ചു കെട്ടാൻ രാവണൻ ആജ്ഞാപിച്ചപ്പോൾ കുറേ രാക്ഷസന്മാർ ഓടിവന്ന് അംഗദനെ പിടികൂടി. അതിശക്തനായ അംഗദൻ അവരെയെല്ലാം അടിച്ചു വീഴ്ത്തിയിട്ട് ഗർജനത്തോടെ ആകാശത്തിൽ ഉയർന്ന് ചാടി ശ്രീരാമ സന്നിധിയിൽ തിരിച്ചെത്തി. ഒടുവിൽ ആക്രമണത്തിനായി കടൽ കടന്നെത്തിയിരിക്കുന്ന വാനര സൈന്യവും ആ ആക്രമണത്തിൽ നിന്ന് സ്വരാജ്യത്തെ രക്ഷിക്കുവാൻ വെമ്പുന്ന രാക്ഷസ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ശ്രീരാമൻ ജയിക്കട്ടെ എന്ന ജയഘോഷങ്ങൾ എണ്ണമറ്റ വാനര പടയാളികളുടെ കണ്ഠങ്ങളിൽ നിന്നും, രാവണരാജാവ് ജയിക്കട്ടെ എന്ന വിളികൾ സംഖ്യാതീതമായ രാക്ഷസ പടയാളികളുടെ കണ്ഠങ്ങളിൽ നിന്നും ഉയർന്ന് ഒന്നിച്ചു ചേർന്ന് നഭോമണ്ഡലത്തെ പ്രകമ്പനം കൊള്ളിച്ചു. പരിഘങ്ങൾ, ഖഡ്ഗങ്ങൾ മുതലായ കരാളായുധങ്ങൾ പ്രയോഗിച്ച് രാക്ഷസന്മാരും വൃക്ഷങ്ങളും പാറകളും ആയുധങ്ങളാക്കിയ വാനരന്മാരും ജീവനിൽ കൊതിവിട്ട് പോരാടി. പടയാനകളുടെ ചിഹ്നം വിളികൾ, പടക്കുതിരകളുടെ ചിനയ്ക്കൽ, പെരുമ്പറകളുടെയും ശംഖുകളുടെയും മറ്റും ശബ്ദങ്ങൾ, സമരലഹരി പിടിച്ചവരുടെ പോർവിളികൾ, പരിക്കുകളേറ്റ് വീഴുന്നവരുടെ ആർത്തനാദങ്ങൾ എന്നിവ മുമ്പുയർന്നിരുന്ന ജയാരവങ്ങളുടെ സ്ഥാനത്ത് ഉയർന്ന പൈശാചികമായ ശബ്ദപ്രപഞ്ചം സൃഷ്ടിച്ചു. ആനകളുടെയും കുതിരകളുടെയും പദാതികളുടെയും പാദാഘാതത്തിൽ നിന്ന് നിലത്തിളകിയ പൊടിപടലം ക്രമേണ ഉയർന്ന് പടയാളികളുടെ കണ്ണിലും മൂക്കിലും കയറുകയും ഒടുവിൽ ആകാശത്തെ ആച്ഛാദനം ചെയ്യുകയുമുണ്ടായി. തലമുടിയാകുന്ന പായലോടും ശരീരങ്ങളാകുന്ന ചെങ്ങാടങ്ങളോടും കൂടിയവയും താഴ്ചയും വീതിയുള്ളതുമായ രക്തനദികൾ പല വഴിക്കും ഒഴുകിത്തുടങ്ങി. ശിരസ്സുകളും കൈകാലുകളും വേർപെട്ട് മൃതശരീരങ്ങളുടെ സംഖ്യ നിമിഷം കഴിയുന്തോറും വർദ്ധിച്ച് പടക്കളത്തിൽ പലയിടങ്ങളിലും ചിതറിക്കിടന്നു. പേരും പെരുമയുമില്ലാത്ത വാനരഭടന്മാരും രാക്ഷസഭടന്മാരും അസംഖ്യമായി ജീവനറ്റു വീഴുന്നതിനിടയിൽ ഇരുപക്ഷങ്ങളിലെയും എണ്ണപ്പെട്ട വീരയോദ്ധാക്കന്മാരിൽ ചിലർ തമ്മിൽ നടന്ന ദ്വന്ദ്വയുദ്ധങ്ങളിൽ ചിലതെടുത്തു പറയത്തക്കവയാണ്. ആയുധപ്രയോഗ രീതികളിലും അടവുകളിലും വളരെയേറെ സാമ്യമുള്ളതിനാൽ അവ വിസ്തരിക്കുമ്പോൾ ആവർത്തനത്തിൻ്റെ വിരസത വന്നു ചേരുമെന്നുള്ളതുകൊണ്ട് ദ്വന്ദ്വയുദ്ധത്തിൽ ഭാഗഭാക്കായവരെയും ജയാപജയങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് നാം ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. ഓരോ ദ്വന്ദ്വയുദ്ധവും വളരെ നേരം സമനിലയിൽ തുടർന്നതിന് ശേഷമാണ് ഒരുവൻ ജയിക്കുന്നതും അപരൻ മരിക്കുന്നതും എന്നുകൂടി ഓർമ്മിച്ചാലേ ദ്വന്ദ്വയുദ്ധങ്ങളുടെ ഭീകരത കുറച്ചൊന്നും ആയിരുന്നില്ല എന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഹനുമാൻ ജംബൂമാലിയെയും നളൻ പ്രതാപനെയും സുഗ്രീവൻ പ്രസഖനെയും ലക്ഷ്മണൻ വിരൂപാക്ഷനെയും ശ്രീരാമൻ അഗ്നികേതു, രശ്മികേതു, സുപ്തഘ്നൻ, യജ്ഞകേതു എന്നീ 4 പേരെയും, മൈന്ദൻ വജ്രമുഷ്ടിയെയും, ദിവിതൻ അഗ്നിപ്രഭനെയും, സുശേഷണൻ വിദ്യുന്മാലിയെയും വധിച്ചതിൽ നിന്ന് ഒന്ന് തെളിഞ്ഞു. അതായത് ആ ദ്വന്ദ്വയുദ്ധങ്ങളിലെല്ലാം വിജയം അനുഗ്രഹിച്ചത് വാനര പ്രമുഖന്മാരായിരുന്നു എന്ന്. ഇരുപക്ഷങ്ങളിലെയും പല പ്രമാണികളും തമ്മിലിടഞ്ഞെങ്കിലും ആർക്കും തോൽവിയോ ജയമോ ഉണ്ടാകാതെ ഇരുവരും അടർക്കളത്തിൽ നിന്ന് പിൻവാങ്ങിയതിനുള്ള ഉദാഹരണങ്ങളും വിരളമായിരുന്നില്ല. രാവണൻ്റെ സീമന്തപുത്രനും അമിത പരാക്രമനുമായ ഇന്ദ്രജിത്ത് അദൃശ്യനായി മായായുദ്ധം ചെയ്തതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു ദാരുണ സംഭവം വാനരന്മാരെ കരകാണാത്ത ദുഃഖ പാരവശ്യത്തിലാഴ്ത്തി എന്നേ പറയേണ്ടതുള്ളൂ.
അവൻ ദുർവാരശക്തിയുള്ള നാഗാസ്ത്രങ്ങൾ തൊടുത്തുവിട്ട് അസ്തപ്രജ്ഞനാക്കി നിസ്സഹായരാക്കി നിലത്തു വീഴ്ത്തിയത് മറ്റാരെയുമല്ല ശ്രീരാമനെയും ലക്ഷ്മണനെയുമായിരുന്നു. മനുഷ്യശത്രുക്കൾ രണ്ടും ഹതരായി എന്ന വിശ്വാസത്തോടെ ആ മായായുദ്ധ വിശാരദൻ പടക്കളത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോയി പിതാവിനെ ആ സന്തോഷവർത്തമാനം അറിയിച്ചു. തൻ്റെ സർവ്വപ്രതിബന്ധങ്ങളും ഇതോടെ അവസാനിച്ചിരിക്കുന്നു എന്ന് കരുതി മനം തെളിഞ്ഞ രാവണൻ്റെ ആജ്ഞയനുസരിച്ച് കാവൽക്കാരികളായ രാക്ഷസികൾ സീതയെ പുഷ്പക വിമാനത്തിൽ കയറ്റി യുദ്ധഭൂമിയുടെ മുകളിൽ കൊണ്ടുപോയി ചേതനയേറ്റ് കിടക്കുന്ന ശ്രീരാമ ലക്ഷ്മണന്മാരെ കാണിച്ചു കൊടുത്തു. ആത്മനാഥൻ്റെയും കിടപ്പ് കണ്ടപ്പോൾ സീതയുടെ ദുഃഖത്തിൻ്റെ ആഴവും പരപ്പും എത്രയായിരുന്നു എന്ന് വർണ്ണിക്കുവാൻ വാക്കുകൾക്ക് പോലും കെൽപ്പില്ല. ശ്രീരാമനും ലക്ഷ്മണനും മരിച്ചിട്ടില്ലെന്നും താൽക്കാലികമായി അവശരായത് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അല്പം സ്വൈര്യത കിട്ടിയ സീതയെ രാക്ഷസികൾ വീണ്ടും അശോകവനത്തിൽ കൊണ്ടുചെന്നാക്കി. ശ്രീരാമനാകട്ടെ ബോധക്ഷയത്തിൽ നിന്നുണർന്നപ്പോൾ അമ്പുകൾ തറച്ച് അനങ്ങാതെ കിടക്കുന്ന ലക്ഷ്മണനെ കണ്ട് സഹിക്കാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുഗ്രീവനോട് പറഞ്ഞു, സ്നേഹിത, ലക്ഷ്മണൻ മരിച്ചതുകൊണ്ട് ഞാനും മരിക്കും. ഒരു സുഹൃത്തിന് കഴിയുന്നതെല്ലാം അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. അങ്ങ് അനുയായികളോടുകൂടി കിഷ്കിന്ധയിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളൂ. ഞാനിതാ അനുമതി തരുന്നു. അത് കേട്ടപ്പോൾ സുഗ്രീവൻ്റെയും ഹനുമാൻ്റെയും വിഭീഷണൻ്റെയും മറ്റുള്ളവരുടെയും കണ്ണുകളിൽ നിന്ന് തപ്തബാഷ്പകണങ്ങൾ ഇറ്റിറ്റു വീണു തുടങ്ങി. ദിവ്യസിദ്ധികളുള്ള വൈദ്യനായ സുഷേണൻ മുമ്പോട്ട് കടന്ന് സുഗ്രീവനോട് പറഞ്ഞു, തമ്പുരാനെ, അത്ഭുതശക്തിയുള്ള സഞ്ജീവകരണി, വിശല്യ, ചന്ദ്രദ്രോണങ്ങൾ എന്നീ ഔഷധച്ചെടികൾ പാലാഴിയുടെ തീരത്ത് നിൽപ്പുണ്ട്. ഹനുമാൻ ഉടനെ പോയി അവ കൊണ്ടുവരട്ടെ. ശേഷമുള്ളതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. സുഷേണൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ഒരു പ്രചണ്ഡവാദം വീശിയടിച്ച് വൻമരങ്ങളെ പിഴുതെറിയുകയും സമുദ്രത്തിൽ പർവ്വതതുല്യമായ തിരമാലകൾ ഇളക്കി വിടുകയും ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ വാനരന്മാർക്ക് മനസ്സിലായി അതെല്ലാം അവിടേക്ക് പറന്നു വരുന്ന ഗരുഡൻ്റെ ചിറകടിയുടെ ഫലങ്ങളാണെന്ന്. മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ആ പക്ഷിപ്രവരൻ്റെ സ്പർശനമേറ്റ നിമിഷത്തിൽ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ അവശതകൾ സകലതും നീങ്ങുകയും അവർ പഴയ പോലെ ആയിത്തീരുകയും ചെയ്തു. നാഗശത്രുവായ ഗരുഡൻ്റെ സാമീപ്യത്തിൽ നാഗാസ്ത്രങ്ങളുടെ വീര്യം നാമാവശേഷമായി തീരുമെന്നുള്ളത് അനുക്തസിദ്ധമാണല്ലോ. ദുഃഖവിവശരായ വാനരന്മാരെ ആഹ്ലാദഭരിതരാക്കിക്കൊണ്ട് ഗരുഡൻ ശ്രീരാമനെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്തിട്ട് ചിറകടിച്ച് ആകാശത്തിലുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷനായി. സന്തോഷസൂചകമായ ജയാരവങ്ങൾ സംഖ്യാതീതമായ വാനരകണ്ഠങ്ങളിൽ നിന്നുയർന്ന് ഒന്നിച്ചുകൂടി അന്തരീക്ഷത്തെ ത്രസിപ്പിക്കുന്നതിൻ്റെ കാരണമെന്തെന്നറിയാൻ നിയുക്തരായ ചാരന്മാർ രാവണനെ അറിയിച്ചു. ഇന്ദ്രജിത്തിനാൽ നിഹനിക്കപ്പെട്ടെന്ന് കരുതിയ രാമലക്ഷ്മണന്മാർ ജീവിച്ചിരിക്കുന്നുവെന്നും പൂർവാധികം വീര്യത്തോടെ യുദ്ധസന്നാഹരായി നിലനിൽക്കുന്നുവെന്നും. താമസിയാതെ വീണ്ടും വാനര രാക്ഷസായോധനം എന്ന കൊടും തീ പടർന്നു പിടിക്കുന്നതിടയ്ക്ക് രാവണൻ പറഞ്ഞയച്ച ധൂമ്രാക്ഷൻ എന്ന മഹാവീരൻ മഹാപരാക്രമം പ്രദർശിപ്പിച്ചതിന് ശേഷം ഹനുമാൻ്റെ പ്രഹരമേറ്റ് മരണമടഞ്ഞു. കരുത്തനായ രാക്ഷസ യോദ്ധാവ് വജ്രദംഷ്ട്രൻ അംഗദനോടും അകമ്പനൻ ഹനുമാനോടുമേറ്റ് പടയിൽ പട്ടുവീണത് രാവണന് നികത്താനാവാത്ത നഷ്ടമായി. അടുത്തതായി വിജയം നേടുവാൻ രാവണനാൽ നിയോഗിക്കപ്പെട്ട വിശ്വസ്ത മന്ത്രിയായ പ്രഹസ്തൻ തൊഴുകയോടെ പറഞ്ഞു, തിരുമേനി, എന്നും എന്നെ ഉപകരിച്ചു പുലർത്തിയ അവിടത്തെ ഞാനിപ്പോൾ കൈവിടുകയോ? എനിക്കെൻ്റെ ജീവനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ യാതൊരു ഭയവുമില്ല. എൻ്റെ സർവസ്വവും അവിടത്തേക്കായി സമർപ്പിച്ചിട്ടുള്ളതാണല്ലോ. പ്രത്യക്ഷ ദൈവമായ അവിടത്തേക്ക് വേണ്ടി ഞാൻ പ്രാണൻ കളയുന്നത് അവിടത്തേക്ക് കാണാം. യുദ്ധരംഗത്തിലാകെ ഉടറിച്ചെന്ന് വാനരസൈന്യത്തെ നശിപ്പിക്കുന്നതിനിടയ്ക്ക് അവർണ്ണനീയമായ യുദ്ധവൈദഗ്ധ്യവും ശൈര്യവും പ്രദർശിപ്പിച്ച രാവണമന്ത്രി സുഗ്രീവ സേനാധിപനായ നീലൻ്റെ കയ്യിൽ നിന്ന് മരണം വരിച്ച് തൻ്റെ ദീർഘദർശനത്തെ യാഥാർത്ഥ്യമാക്കി. ധൂമ്രാച്ഛാദികളുടെ നഷ്ടം
രാവണനെ ദുഃഖിതനാക്കിയിരുന്നുവെങ്കിലും അതിനേക്കാൾ കടുത്ത ദുഃഖവും തുടർന്ന് അനിയന്ത്രിതമായ രോഷവും പ്രഹസ്തൻ്റെ നഷ്ടം മൂലം രാക്ഷസ രാജാവിൻ്റെ മനസ്സിൽ നുരഞ്ഞു പൊങ്ങി. എന്നാൽ ഇനി താൻ നേരിട്ടു യുദ്ധം ചെയ്ത് ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരസേനയെയും ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതാണെന്ന് നിശ്ചയിച്ച് രാവണൻ കവചായുധാദികൾ ധരിച്ച് വമ്പിച്ച സേനയെ നയിച്ചുകൊണ്ട് ഗോപുരദ്വാരത്തിലൂടെ സമരാങ്കണത്തിലിറങ്ങി. തിമിംഗലം സമുദ്രജലത്തെ പിളർന്ന് അതിശീഘ്രം മുന്നോട്ട് നീന്തുന്നത് പോലെ രാവണൻ വാനരസൈന്യത്തെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് സഞ്ചരിച്ചു. അതിനിടയ്ക്ക് എതിരെ വന്ന ഹനുമാനുമായി ഉണ്ടായ മുഷ്ടിയുദ്ധം ഇരുവർക്കും കുറച്ചൊക്കെ അവശകത ഉളവാക്കിയപ്പോഴേക്കും വാനരപ്രമുഖനായ നീലൻ ദ്വന്ദ്വയുദ്ധരംഗത്ത് വന്നെത്തി. നീലൻ്റെ ഭുജാടോപത്തിന് പ്രതിവിധി കാണാതെ ഉഴലുന്ന രാവണൻ മാരകമായ ആഗ്നേയാസ്ത്രമെടുത്ത് വില്ലിൽ തൊടുത്ത് പ്രതിയോഗിക്കെതിരെ പ്രയോഗിക്കുവാൻ നിർബന്ധിതനായി. എന്നാൽ അഗ്നിദേവൻ്റെ ഇഷ്ടപുത്രനായ നീലനെ ആഗ്നേയാസ്ത്രം നിഹനിക്കുന്നതിന് പകരം നിമിഷനേരത്തേക്ക് നിശ്ചേതനായി നിലം പതിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. വീണ്ടും മുന്നോട്ടു പാഞ്ഞ രാവണൻ അടുത്തതായി കണ്ടുമുട്ടിയത് മാർഗതടസ്സം സൃഷ്ടിച്ച് ചാപബാണം തൂണിരധാരിയായി സമരസന്നദ്ധനായി നിൽക്കുന്ന ലക്ഷ്മണനെയായിരുന്നു. സീതാപതിയുടെ അനുജനെ കണ്ടുകിട്ടിയതിലുള്ള സന്തോഷത്തോടുകൂടി രാവണൻ വിളിച്ചു പറഞ്ഞു, ലക്ഷ്മണ, ഭാഗ്യം കൊണ്ട് നീ എൻ്റെ മുമ്പിലെത്തി. എൻ്റെ അമ്പുകൾ ഇപ്പോൾ നിന്നെ കാലന്നൂർ കയയ്ക്കും. ഒന്നുകൊണ്ടും പതറാത്ത ലക്ഷ്മണൻ പ്രതിവചിച്ചു, രാവണ, ദുഷ്ടനായ നിന്റെ വീരവാദം ഫലിക്കയില്ല. വാക്കുകൊണ്ടല്ല യുദ്ധം ചെയ്യേണ്ടത്, ആയുധങ്ങൾ കൊണ്ടാണ്. ഞാനിതാ തയ്യാറായി നിൽക്കുകയാണ്. വില്ലും അമ്പും കൊണ്ട് നടന്ന് ആ ദ്വന്ദ്വയുദ്ധം ഇരുവരും പരസ്പരം മുറിവേൽപ്പിക്കുകയും വില്ലൊടിക്കുകയും സമനിലയിൽ തുടർന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും രാവണൻ ബ്രഹ്മദേവനാൽ സമ്മാനിക്കപ്പെട്ടതും പ്രതിവിധിയില്ലാത്തതുമായ ശൂലമെടുത്ത് ചാട്ടി. ആ ആയുധം അതിൻ്റെ ലക്ഷ്യമായ ലക്ഷ്മണ വക്ഷസ്സിൽ ചെന്നുകൊണ്ട് മുറിവേൽക്കുക മാത്രമല്ല, കുമാരനെ ബോധരഹിതനാക്കി വീഴ്ത്തിയിട്ട് സ്വയമേവ രാവണഹസ്തത്തിലേക്ക് മടങ്ങിച്ചെന്നു. നിശ്ചേഷ്ടനായ എതിരാളിയെ ലങ്കയിലേക്ക് കൊണ്ടുപോകണമെന്ന ഉദ്ദേശത്തോടെ ലക്ഷ്മണനെ എടുത്തുയർത്താൻ ശ്രമിച്ച രാവണന് കുമാരനെ ഒന്നനക്കുവാൻ കൂടി സാധിക്കുന്നില്ലെന്ന് കണ്ട് കടുത്ത നിരാശയുണ്ടായി. എന്നാൽ ഹനുമാൻ ഓടിച്ചെന്ന് ലക്ഷ്മണനെ പക്ഷിത്തൂവലെടുക്കുന്ന ലാഘവത്തോടുകൂടി പൊക്കി പിന്നണിയിലേക്ക് കൊണ്ടുപോയി ശ്രീരാമൻ്റെ അരികിൽ കിടത്തി. വിഷ്ണുവംശമായ ലക്ഷ്മണൻ്റെ അവശത അല്പസമയത്തേക്ക് നീണ്ടു നിന്നു എന്നല്ലാതെ പിന്നീട് യാതൊരു തകരാറും ഉണ്ടാക്കിയതുമില്ല. കോപകലുഷിതനായി തീർന്ന ശ്രീരാമൻ മുന്നോട്ട് കയറി രാവണൻ്റെ മുമ്പിലെത്തി ഞാണൊലിയിട്ടുകൊണ്ട് പറഞ്ഞു, എന്നെ ദ്രോഹിച്ച നിനക്ക് ഒരു ലോകത്തും രക്ഷ കിട്ടുകയില്ല. എൻ്റെ അനുജനെ നീ തളർത്തി ഇല്ലേ? അതിന് പകരമായി ഞാനിപ്പോൾ നിന്നെ കൊല്ലും. അടുത്ത നിമിഷത്തിൽ ഇരുവരും തമ്മിൽ ആരംഭിച്ച യുദ്ധം കുറേ നേരം തുടർന്നപ്പോഴേക്കും ശ്രീരാമൻ കോദണ്ഡത്തിൽ തൊടുത്തയച്ച അർദ്ധചന്ദ്രാകാരമായ ഒരു ദിവ്യാസ്ത്രം രാവണൻ്റെ വില്ലിനെ മാത്രമല്ല മണിമയമായ കിരീടത്തെയും നിലം പതിപ്പിച്ചു. അസ്തമിക്കാറായ സൂര്യനെപ്പോലെ വിഷപ്പല്ല് പോയ ക്രൂരനാഗത്തെപ്പോലെ നിൽക്കുന്ന രാവണനോട് ധർമ്മത്തിൻ്റെ മൂർത്തീകരണമായ ശ്രീരാമൻ പറഞ്ഞു, ലങ്കേശ്വര, നിരായുധനായ നിന്നെ എനിക്കിപ്പോൾ എളുപ്പത്തിൽ കൊല്ലാം. അത് ധർമ്മമല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പോയി ക്ഷീണം മാറ്റി പുതിയ ആയുധങ്ങളുമായി മടങ്ങി വാ. അപ്പോൾ നിനക്ക് എൻ്റെ ശക്തി നേരിട്ട് കാണാം. തനിക്കു പറ്റിയ അപജയത്തിൽ അതിയായ ലജ്ജ പൂണ്ടും അളവറ്റ ദുഃഖത്തിന് അടിമപ്പെട്ടും യുദ്ധരംഗം വിട്ട് രാവണൻ തൻ്റെ ആസ്ഥാന മണ്ഡപത്തിൽ ചെന്നിരുന്ന് മന്ത്രിമാരോടും തൻ്റെ സേനാധിപന്മാരോടും ബന്ധുജനങ്ങളോടും പറഞ്ഞു, കഷ്ടം, ഞാൻ വെറുമൊരു മനുഷ്യനാണ്. അതും ആ രാമനോട് തോറ്റുപോയല്ലോ. മനുഷ്യനിൽ നിന്ന് എനിക്ക് അപായമുണ്ടാകട്ടെ എന്ന് പണ്ട് എനിക്ക് കിട്ടിയ ശാപം ഫലിക്കുമാറായി എന്നെനിക്ക് തോന്നുന്നു. എന്ന് വെച്ച് ഞാൻ കീഴടങ്ങാനൊന്നും പോകുന്നില്ല. കുംഭകർണൻ എന്നോടുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഈ തോൽവി ഉണ്ടാകുമായിരുന്നില്ല. നിദ്രയിൽ ലയിച്ചു കിടക്കുന്ന അവനെ ഉണർത്തി ഇങ്ങോട്ട് കൊണ്ടുവരുവിൻ.
രാവണഭൃത്യന്മാർ കാലം കളയാതെ പലതരത്തിലുള്ള മാംസങ്ങളും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും രക്തം നിറച്ച കുടങ്ങളും ധാരാളമായി ശേഖരിച്ച് കുംഭകർണ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. നിദ്രാവശകനായി ശയിക്കുന്ന ആ രാക്ഷസവീരൻ്റെ ചുറ്റിനുമായി അവയെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം അവർ ഉറങ്ങുന്നവനെ ഉണർത്താൻ ഒരുക്കമായി. എല്ലാവരും ഒന്നിച്ച് കൈകൊട്ടുകയും കൂക്കി വിളിക്കുകയും ചെയ്തിട്ട് ഫലമില്ലെന്ന് കണ്ട് ഭേരീ പണവാദ്യ വാദ്യങ്ങൾ ഉച്ചത്തിൽ മുഴക്കി. പക്ഷേ കുംഭകർണൻ മുമ്പത്തെ പോലെ അത്യുച്ചത്തിൽ കൂർക്കം വലിച്ചുകൊണ്ട് നിശ്ചേഷ്ടനായി കിടന്നതേയുള്ളൂ. ഭൃത്യന്മാർ പതാകാരനായ രാവണ സഹോദരൻ്റെ ശരീരത്തിലെ രോമങ്ങൾ പറിച്ചെടുക്കുകയും അനേകം കുടങ്ങളിൽ വെള്ളം കൊണ്ടുവന്ന് ചെവിക്കകത്തൊഴിക്കുകയും ചെയ്തിട്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഭഗ്നാശരായ അക്കൂട്ടർ കടശി കൈയായി ആനകളെ കൊണ്ട് ചവിട്ടിക്കുകയും അവയെ ദേഹത്തിലൂടെ നടത്തിക്കുകയും ചെയ്തപ്പോൾ കുംഭകർണൻ മൂരി നിവർന്ന് കണ്ണു തുറന്ന് പതുക്കെ എഴുന്നേറ്റ് ചുറ്റിനും നോക്കി. അപ്പോൾ ഉറക്കമുണർത്തിയ തങ്ങൾ കണ്ണിൽപ്പെട്ടാൽ കുംഭകർണൻ്റെ ക്രോധാഗ്നിയിൽ ശലഭങ്ങളായി പോകുമെന്നറിഞ്ഞ് ഒളിച്ചിരുന്ന ഭൃത്യന്മാർക്ക് പകരം അവിടെ കാണപ്പെട്ടത് സ്വാദിഷ്ടങ്ങളായ വിശിഷ്ട ഭോജ്യങ്ങളും പാനീയങ്ങളുമായിരുന്നു. അവയെല്ലാം ഭക്ഷിച്ചും കുടിച്ചും വയറ് നിറച്ചപ്പോൾ സംതൃപ്തനും ശാന്തനുമായി തീർന്ന കുംഭകർണൻ്റെ മുമ്പിലേക്ക് വന്ന ഭൃത്യന്മാർ രാവണ നിർദ്ദേശമനുസരിച്ചാണ് തങ്ങൾ ഉണർത്തിയതെന്നും ഉടനെ അങ്ങോട്ട് ചെല്ലാൻ അദ്ദേഹം കൽപ്പിച്ചിരിക്കുന്നു എന്നും തൊഴുകൈയോടെ ബോധിപ്പിച്ചു. നിസ്സാര കാര്യത്തിന് തന്നെ ജ്യേഷ്ഠൻ ഉണർത്തുകയില്ലെന്നറിയാമായിരുന്ന കുംഭകർണൻ എന്തോ ഗൗരവമേറിയ സംഭവവികാസം ഉണ്ടായിരിക്കുന്നു എന്നനുമാനിച്ച് എഴുന്നേറ്റ് നടന്ന് ആസ്ഥാന മണ്ഡപത്തിലെത്തി.